പള്ളിയിൽ നിന്ന് പുറത്താക്കി. പുള്ളി പറഞ്ഞ് പള്ളിയിൽ കിടക്കാൻ പറ്റൂല അവിടെ. ഗൈസ് അപ്പോൾ ദിമാപൂർ എത്തിയിട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഇതാണ് എൻ്റെ റൂം കേട്ടോ. ഗൈസ് ഹൗ ആർ യു? അപ്പോൾ നമ്മളിപ്പോൾ ആലിപ്പൂരിൽ നിന്ന് തിരിച്ചു പോകാം കേട്ടോ. ഭൂട്ടാനിൽ പോയി വന്നു. 2 ദിവസം ഇപ്പോൾ ആലിപ്പൂർ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തേക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തു. ക്യാമറ വലുതായിട്ട് അങ്ങനെ ഓണാക്കിയില്ല. ഇപ്പം ഞാൻ ഇവിടുന്ന് നേരെ ആലിപ്പൂരിൽ നിന്ന് നാഗാലാൻഡിലേക്ക് പോകാം കേട്ടോ. എന്നുവെച്ചാൽ വെസ്റ്റ് ബംഗാളിൽ നിന്ന് നാഗാലാൻഡിലേക്ക് പോവുക. സ്റ്റേഷൻ വരുന്നത് ദിമാപൂറാണ്. കാര്യം മ്യാൻമറിലേക്ക് നമുക്ക് മണിപ്പൂരിലേക്കാണ് ആദ്യം പോകേണ്ടത്. പക്ഷേ മണിപ്പൂരിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. അതിപ്പോൾ നാഗാലാൻഡിൽ പോയിട്ട് നാഗാലാൻഡിൽ നിന്ന് മണിപ്പൂരിലേക്ക് ബസ്സോ അങ്ങനെ ഏതെങ്കിലും വഴി പോകണം. പിന്നെ കൂടുതൽ വലിയൊരു ലസിയും കൂടി വാങ്ങിക്കിട്ടോ. ഇടയ്ക്കിടയ്ക്ക് വാങ്ങേണ്ട ഒരു ആവശ്യമില്ലല്ലോ. സമയം ഇപ്പോൾ ഏകദേശം 8:15 കേട്ടോ. അപ്പോൾ 8:15 ഇപ്പോൾ എൻ്റെ ട്രെയിൻ വരുന്നുണ്ട്. ഏകദേശം 1/2 മണിക്കൂർ ഡിലേ ആണ്. ഞാനിവിടെ വന്നത് ഏകദേശം 2:30 എങ്ങാനാണ്. ഇപ്പോൾ കുറേ നേരം ഫോണിൽ കളിച്ച് കുത്തിയിരുന്നു. പിന്നെ ആരൊക്കെ വിളിച്ചു, അങ്ങനെയൊക്കെ സമയമായിട്ട് പോക്കി. പിന്നെ എൻ്റെ ട്രാൻസ്ജെൻഡർ കാണാൻ വന്നതിന് ഞാൻ പിന്നെ ഓരോ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് കുഴപ്പമില്ല. ജസ്റ്റ് അവരോട് പിന്നെ കഥയൊക്കെ ചോദിച്ച പോലെ പറയുന്നത് മെയിനായിട്ട് തന്നെ ജോബ് കിട്ടുമല്ലോ ഓൾക്ക് എവിടെയും. അപ്പോൾ പിന്നെ ഇതൊക്കെ തന്നെ മാർഗ്ഗമുള്ളൂ ജീവിക്കാൻ, അത്രയേ ഉള്ളൂ. ഗൈസ് ട്രെയിനിൽ കയറിയും ഷോക കേട്ടോ, കട്ട ഷോകോ. സ്റ്റാൻഡിങ് മോഡലിലേക്ക് പൂർബിലേക്ക് ടിക്കറ്റ് വരുന്നത് 120 രൂപ കേട്ടോ. ഗൈസ് അപ്പോൾ ദിമാപൂർ എത്തിയിട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഗൈസ് അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നൊരു 10-20 കിലോമീറ്റർ അല്ല, ഒരു 10-20 മിനിറ്റും കൂടി മതി. അപ്പോൾ നമുക്ക് ദിമാപൂർ എത്താൻ പറ്റും. പിന്നെ ദിമാപൂർ നമ്മൾ ജസ്റ്റ് ചിലപ്പോൾ 1-2 ദിവസം അവിടെ നിൽക്കും, അല്ലെങ്കിൽ നേരെ പിന്നെ മണിപ്പൂരിലേക്ക് പോകും. മണിപ്പൂരിലേക്ക് പോയാലും പിന്നെ നമ്മളൊരു 1 വീക്ക് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. മ്യാൻമർ വിസ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കിട്ടിയിട്ട് വേണം നമുക്ക് പോകാൻ. 28 ഡേയ്സിനാട്ടോ വിസ അപ്ലൈ ചെയ്ത്. അപ്പോൾ അതിന് ഏകദേശം ഒരു 4100, 200, 170 ആ ഒരു റേഞ്ചിലാണ് കോസ്റ്റ് വരുന്നത്. $50 കോസ്റ്റ് വരുന്നത്. പരിപാടി എന്താണെന്ന് വെച്ചാൽ സ്ഥിരം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു പള്ളിയിൽ പോവാം. എന്നിട്ട് നിസ്കാരം മൊത്തം വീട്ടുക. പിന്നെ ബാക്കിയുള്ള കാര്യം എന്താ, ജസ്റ്റ് എവിടെയെങ്കിലും സ്റ്റേ നോക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ വിസ കിട്ടിയിട്ട് വേണം മ്യാൻമറിലേക്ക് പോകാൻ. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മണിപ്പൂരിലേക്ക് പോകട്ടോ. എന്താ അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ട് പത്താലുമ്പോൾ നോക്കാം. എന്താണ് നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നാട്ടിൽ കയറാണ് ഇന്ന് ഭാഗ്യം. തിരിച്ചിപ്പോൾ എങ്ങനെയാണ് പോകാമെന്ന് പഠിച്ചോന്ന് അറിയാം. ചിലപ്പോൾ ഇന്തോനേഷ്യ എത്തിയിട്ട് അവിടുന്ന് ഫ്ലൈറ്റിൽ പോരേണ്ടി വരും, അല്ലെങ്കിൽ തിരിച്ചും ഇതുപോലെ തന്നെ വരേണ്ടി വരും. പക്ഷേ എനിക്ക് ഒന്ന് ലോസായിരിക്കും, നഷ്ടമായിരിക്കും. കാര്യം പിന്നെ നമ്മൾ വിസ എടുക്കേണ്ടി വരും ഈ പറയുന്ന രാജ്യത്തേക്കൊക്കെ. നമ്മളിപ്പോൾ ദിമാപൂർ എത്തിയിട്ടോ. അതാണ് സംശയം. അപ്പോൾ നമ്മൾ നേരെ മ്യാൻമറിലേക്ക് പോകാൻ നോക്കുകയാണ്. ഇനി അടുത്തത് 2 ദിവസം കഴിഞ്ഞാൽ മണിപ്പൂരിലേക്ക് പോകും. മണിപ്പൂരിൽ നിന്നാണ് നമ്മൾ ഡയറക്റ്റ് മ്യാൻമറിലേക്ക് പോകുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. എൻ്റെ കൂടി 30 റുപ്പീസ്. ഇത് കണ്ടോ, ഗൂഗിൾ മാപ്പ് നോക്കിയാട്ടോ പോകുന്നത്. പക്ഷേ വയ്യ ഉണ്ടാല് ഇത് പറ്റിക്കാൻ. ഞാനിപ്പോൾ ഇങ്ങനെ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഒരു ഗൂഗിളിൽ നോക്കിയപ്പോൾ ഒരു ലൊക്കേഷൻ കണ്ടു. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇതൊരു കോളേജാണ് കേട്ടോ. ഇവിടുത്തെ കോളേജല്ല, നമ്മുടെ ഇതില്ലേ ഹയർ സെക്കൻഡറി സ്കൂള്. സിറ്റിക്ക് വലിയ മാറ്റമൊന്നുമില്ല, പഴയതുപോലെയൊക്കെ തന്നെ. അല്ല, ഒരു നോർത്ത് ഇന്ത്യ ടച്ച് തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. ഇതുപോലെ പള്ളിക്ക് പോകുന്ന വയ്യ കേട്ടതൊക്കെ എങ്ങനെ ആൾക്കാർ ഇവിടെ വരിക. ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷനാണ് കാണിക്കുന്നത്. ഗൈസ് അങ്ങനെ മസ്ജിദ് കണ്ടിട്ടോ. നല്ല ബുദ്ധിമുട്ടാട്ടോ കണ്ടുപിടിക്കാൻ. ഇതൊരു ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് പോകണം. ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പള്ളിയിലാട്ടോ. ഇത് പള്ളി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിക്ക്, എന്നാലും വലിയ കുഴപ്പമില്ല. ലാസ്റ്റ് എത്താൻ പറ്റി. പിന്നെ എനിക്ക് ഈ ട്രെയിനിന് നല്ലോണം ഉറക്കം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഇവിടെ ഒന്ന് കിടന്നുറങ്ങുക. അതിന് ശേഷം പിന്നെ എങ്ങോട്ടെങ്കിലും പോകാൻ നോക്കുക. അതാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ഫുഡ്, ഉറക്കം. ഇത് രണ്ടും നല്ലോണം കിട്ടണം. ഓക്കെ, ഫുഡ് എന്ന് പറയുമ്പോൾ നല്ല ഫുഡ് കഴിക്കണം എന്നല്ല, നമ്മുടെ വിശപ്പ് മാറുന്ന രീതിയിൽ നല്ലോണം ഫുഡ് കഴിക്കണം. പിന്നെ ഉറക്കം. എവിടെ പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ, സേഫ് ആവുന്ന ഏത് സ്ഥലത്താണെങ്കിലും നല്ലോണം കിടന്നുറങ്ങണം. അല്ലെങ്കിൽ പിറ്റേന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും നല്ലോണം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പള്ളിയിൽ നിന്ന് പുറത്താക്കി.
പോലി പറഞ്ഞ് പള്ളിയിൽ കിടക്കാൻ പറ്റൂല അവിടെ. എൻ്റെ നിസ്കാരം കാര്യങ്ങളൊക്കെ ഫുള്ള് ജമ്മു കശ്മീർ ആക്കുന്നതാണ്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു നാട്ടിൽ 3 ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്നില്ല എന്ന് നമ്മുടെ എന്താ പറയുക തീരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് എത്ര ദിവസം നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടോ അത്രയും ദിവസം നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും, ജമ്മു കശ്മീർ ആക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ 3 ദിവസം കഴിഞ്ഞു എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ആ ടൈമിൽ പോകാൻ പറ്റിയില്ല, എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നു, അങ്ങനെ 18 ദിവസം വരെ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും യാത്രയ്ക്ക് എന്തെങ്കിലും തടസ്സം വരികയാണെങ്കിൽ 18 ദിവസം വരെ നിങ്ങൾക്ക് ഒരു നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ജമ്മു കശ്മീർ ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മസലുണ്ട്, ഞാൻ പഠിച്ചതാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് വലിയ നിസ്കാരം വലിയ സീനൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് എന്തായാലും മിനിമൈസ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. പിന്നെ കുറച്ചൊരു പേടി ഉണ്ടാവില്ല നമുക്ക് യാത്ര ചെയ്യുന്നേരം ഒറ്റയ്ക്ക്. അപ്പോൾ പിന്നെ ദൈവവിശ്വാസമുള്ള നല്ലതാണ്. അക്കോമഡേഷൻ ഉണ്ട്, ഡോർമെറ്ററി ഉണ്ട്, അവിടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും. പള്ളിയിൽ ഞാൻ പറഞ്ഞ് ജസ്റ്റ് ദുഹർ വരെ നിൽക്കുന്നുള്ളൂ, പറ്റൂല അതൊന്നും പറ്റൂല പറഞ്ഞ് കൂടുക പറഞ്ഞു. പിന്നെ ഞാനും പറഞ്ഞു ഓക്കെ ഡോർമെറ്ററി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ 150 റുപ്പീസ്. പ്രൈസൊക്കെ കുറവാണ്, പക്ഷേ ക്യാഷ് ക്യാഷില്ലായിരുന്നു. മൂപ്പരയിലാണെങ്കിൽ ഗൂഗിൾ പേയും ഇല്ല, അങ്ങനെ ലോക്കായി. ഇനിയിപ്പോൾ ക്യാഷ് എടുക്കാൻ പോവുക, ക്യാഷ് എടുത്തിട്ട് ഒന്നും കൂടി അവിടെ പോയി കയറണം. എങ്ങനെയായിരുന്നു അയാളെ മൂത്ത് കൂട്ടു എന്തൊരു. ഇപ്പോൾ ഈ ക്യാഷ് കിട്ടിയിട്ടോ, ഇനി നേരെ അവിടെ പോവുക, റൂം എടുക്കുക, റൂമല്ല ഡോർമെറ്ററി എടുക്കുക, എന്നിട്ട് സ്റ്റേ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ നാഗാലാൻഡിൽ വരുന്നുണ്ടെങ്കിൽ പള്ളീൻ്റെ ലൊക്കേഷൻ ഞാൻ കൊടുക്കുക, അപ്പോൾ അവിടെ പോയി ചെയ്താൽ മതി. എന്ന് വെച്ചാൽ അവിടെ പോയി ചോദിച്ചാൽ മതി, സ്റ്റേ കിട്ടും. അപ്പോൾ ഞാൻ റൂം ബുക്ക് ചെയ്തുകൊണ്ട് കേട്ടോ, ഇതാണ് ആൾക്കാർ. ഞാനിപ്പോൾ 200ൻ്റെ റൂം എടുക്കാം കേട്ടോ, 150 സീനാണ് ഫുള്ള് ഡോർമെറ്ററി. മറ്റേതാകുമ്പോൾ 2 ആൾക്കാരെ ഉണ്ടാവും, അപ്പോൾ 200 രൂപയ്ക്ക് നമുക്ക് റൂമും കിട്ടും. ഓക്കെ, പിന്നെ ലൊക്കേഷൻ അയച്ചു തരാം, വേണ്ടവർക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. മറ്റേ റൂം കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവുമെന്ന്, ബാത്റൂം കാര്യങ്ങൾ. ഇതിപ്പോൾ ഞാൻ നാഗാലാൻഡ് വന്നത് ഞായറാഴ്ച ആയിരുന്നു കേട്ടോ, ഇവിടെ ദിമാപൂർ എത്തിയത്. അപ്പോൾ ഇവിടെ ഞായറാഴ്ച കംപ്ലീറ്റ് ക്ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് പകൽ മൊത്തം ഞാൻ കിടന്നുറങ്ങി. ഇപ്പോൾ രാത്രിയായി, ഫുഡ് കഴിക്കാൻ വന്നതാണ് ഇവിടെ. പ്രൈസ് പറഞ്ഞത് ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട്, എന്തായാലും കഴിച്ചു നോക്കാം ഫസ്റ്റ് ടൈം. പിന്നെ അത് ഫുള്ള് ക്ലോസ് ആട്ടോ, ഒരു ഫുഡിൻ്റെ ഷോപ്പൊക്കെ തുറക്കുന്നത് വളരെ കുറവാണ്. ഇതിപ്പോൾ പള്ളിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് കുറച്ച് ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ പള്ളിയിൽ വരുന്ന ആൾക്കാർക്ക് എന്തോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്പൺ ആയിട്ടുണ്ട്, പക്ഷേ അപ്പുറത്തോടൊക്കെ പോവുകയാണെങ്കിൽ സിറ്റി ഏകദേശം കംപ്ലീറ്റ് ക്ലോസ് ആണ്. നമ്മുടെ നാട്ടിലൊരു 12 മണിക്ക് ശേഷമുള്ള ഒരു ഇതെന്താണോ അതുപോലെ. ചോറ് വരുന്നത് നല്ല ചോറും ഇതെന്ത് നമ്മളെ നെയ്ച്ചോറല്ലേ, അതിൻ്റെയൊക്കെ ചെറിയൊരു വെച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. ചെറിയ അരിയാണ് ഇതിൻ്റെ, ഫുള്ള് വെജിറ്റേറിയൻ. ഗൈസ് ഫുഡ് 50 ഉള്ളൂ, വേർത്താണ്. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യം പള്ളിയിൽ നമുക്ക് താമസം കിട്ടും, അക്കോമഡേഷൻ കിട്ടും. ഏകദേശം ഒരു 150 റുപ്പീസിന് ഡോർമെറ്ററി ഉണ്ടാവും. പിന്നെ 1 ടൈം ഫുഡ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ലഞ്ചിനല്ല, ഇപ്പോൾ ഡിന്നറാണെങ്കിലും ഏകദേശം 50 റുപ്പീസേ ആയിട്ടുള്ളൂ. സോ നമുക്ക് ചീപ്പായിട്ട് ജീവിക്കാൻ പറ്റും, അതിനൊന്നും വലിയ കുഴപ്പമില്ല. ഇനി നാളെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ഇവിടെ നിൽക്കും, അല്ല പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഇവിടെ നിൽക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മണിപ്പൂരേക്ക് പോകും. അപ്പോൾ മണിപ്പൂർ കുറച്ച് ദിവസം നിൽക്കുക, അപ്പോഴത്തേക്ക് നമ്മൾ വിസ വരും, എന്നിട്ട് പോകാം. ഇത് കാണിച്ചു തന്നില്ലായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ റൂം കേട്ടോ. റൂമല്ല, ഒരു ചെറിയ ബെഡ് സ്പേസ് ആണ്. ഒരു റൂമിൽ 2 ബെഡ് ഉണ്ടാവും. ഒരു ബെഡിന് കോസ്റ്റ് വരുന്നത് 200 റുപ്പീസാണ്. പിന്നെ കപ്പിൾസ് ഒന്നും അല്ല ഇവിടെ അല്ല, ഹോസ്റ്റലിനെ പറയാം, അങ്ങനത്തെ ഒന്നും പറ്റൂല. പിന്നെ ഇവിടെ ഞാൻ നിസ്കരിക്കാൻ വന്നപ്പോൾ അവർ ചോദിച്ചു മുസാഫിറാണോ, റൂം ആണെങ്കിൽ ഓക്കെ എടുത്തോളാന്ന് പറഞ്ഞു. ഇവിടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഇന്ന് രാവിലെ പോയി. അപ്പോൾ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് കംപ്ലീറ്റ് ക്ലോസ് ആയിരുന്നു ഇവിടെ. നാഗാലാൻഡ് കംപ്ലീറ്റ് അല്ല, ദിമാപൂർ കംപ്ലീറ്റ് ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് കംപ്ലീറ്റ് കുറച്ചൊക്കെ ഷോപ്പ് വർക്ക് കേട്ടോ, ചെറിയൊരു ആയി പോകണ്ട. പിന്നെ ഇന്ന് എന്തായാലും നമ്മൾ കുറച്ചൊന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യും, അതിൻ്റെ വീഡിയോസും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ ഇവിടുന്ന് മ്യാൻമർ ബോർഡറിലേക്ക് പോകും. മ്യാൻമർ ബോർഡറിലേക്ക് ഏകദേശം 300 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ട്രെയിനോ അതുപോലെ ലോക്കൽ ബസ്സോ അങ്ങനത്തെ ഒന്നുമില്ല, ഫുള്ള് പ്രൈവറ്റ് വെഹിക്കിൾസോ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നോക്കാം.